ലോകം ഇന്നൊരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് നിൽക്കുന്നത്. ഒരു വശത്ത് ഇസ്രായേലിന്റെ അത്യാധുനിക മിസൈലുകൾ, മറുവശത്താകട്ടെ ഇറാന്റെ ചാവേർ ഡ്രോണുകൾ. പശ്ചിമേഷ്യ കത്തി എരിയുകയാണ്. ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെന്ന് കരുതി ഭയന്ന് വിറയ്ക്കുമ്പോ ലോകത്തെ വൻ ശക്തികളായ അമേരിക്കയും റഷ്യയും ചൈനയും പോലും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോ ഇതാ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഒരൊറ്റ പേര് മാത്രം മുഴങ്ങി കേൾക്കുന്നു: നരേന്ദ്രമോദി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. UAE-യുടെ ഇന്ത്യയിലെ ആദ്യ സ്ഥാനപതി ഹുസൈൻ ഹസൻ മിർസ ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് യുദ്ധം നിർത്താൻ മോദിയുടെ ഒരൊറ്റ ഫോൺ കോൾ മാത്രം മതി എന്ന്. അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു നിർണായക സത്യം. എന്താണ് ഈ മോദി മാജിക്കിന് പിന്നിൽ? എങ്ങനെയാണ് ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന വൻ ശക്തികൾ പരാജയപ്പെട്ടിടത്ത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇത്രയും സ്വാധീനം ലഭിക്കുന്നത്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെറുമൊരു വാർത്തയല്ല, മറിച്ച് പുതിയ ഭാരതത്തിന്റെ ആഗോള ആധിപത്യത്തെ കുറിച്ചാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടും ഇറാന്റെ പരമോന്നത നേതാക്കളോടും ഒരേ സമയം ആജ്ഞാപിക്കാൻ കഴിയുന്ന സമ്മതിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ ഈ ഭീകരമായ യുദ്ധം അവസാനിപ്പിക്കാൻ മോദിക്ക് എങ്ങനെ സാധിക്കും? ഇതിന്റെ പിന്നിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് കടക്കാം. ആരാണ് ഹുസൈൻ ഹസൻ മിർസ? ഇന്ത്യയും UAE-യും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിത്തറ പാകിയ വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യ ടുഡേക്ക് നൽകിയ ആ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓരോ ഇന്ത്യക്കാരന്റെയും രോമം എഴുന്നേൽപ്പിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നു, ഇന്ത്യയുടെ പ്രൊഫൈൽ ഇന്ന് ലോകത്തിന് മുന്നിൽ അത്രമേൽ ഉയരത്തിലാണ്. പ്രധാനമന്ത്രി മോദി ഒന്ന് ഇസ്രായേലിലേക്കും ഇറാനിലേക്കും വിളിച്ചാൽ അവിടെ തീരും ഈ യുദ്ധം. വെറും ഒരൊറ്റ കോൾ ലോകത്തിലെ അമേരിക്കയെ നയിക്കുന്ന ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചാൽ പോലും, അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ പോലും ധൈര്യപ്പെടാത്ത കാര്യമാണ് ഒരു അറബ് നയതന്ത്രജ്ഞൻ മോദിയെ കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ടാണ് മിർസ ഇങ്ങനെ പറഞ്ഞത്? അതിന് അദ്ദേഹം നൽകുന്ന കാരണം മോദിയുടെ വ്യക്തിപരമായ ബന്ധങ്ങളാണ്. 10 ദിവസങ്ങൾക്ക് മുമ്പ് മോദി ഇസ്രയേലിൽ നടത്തിയ സന്ദർശനം വെറുമൊരു ഔദ്യോഗിക സന്ദർശനമായിരുന്നില്ല. അത് ഇസ്രയേലിന്റെ നെഞ്ചിൽ ഭാരതത്തിനുള്ള സ്ഥാനത്തിന്റെ അടയാളമായിരുന്നു. അതേസമയം തന്നെ ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവാണ് ഇന്ത്യ. ഇറാന്റെ ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേലിനെയും ഇറാനെയും സാമ്പത്തികമായും രാഷ്ട്രീയമായും സ്വാധീനിക്കാൻ മോദിക്ക് കഴിയുന്നു. ഈ രണ്ട് രാജ്യങ്ങളെയും ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുത്താൻ ലോകത്ത് മറ്റാർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് മോദിക്ക് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഈ ഇടപെടൽ ഇത്രയും അടിയന്തരമായിരിക്കുന്നത്? പശ്ചിമേഷ്യൻ യുദ്ധം ഇപ്പോൾ 10ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് വെറും ഒരു അതിർത്തി തർക്കമല്ല, അതൊരു ആഗോള പ്രതിസന്ധി തന്നെയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ബഹ്റൈനിലെ മനാമയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു, അനേകം പേർക്ക് പരിക്കേറ്റു. ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ബഹ്റൈൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. 164 ഡ്രോണുകൾ ഇതുവരെ ഇറാൻ വിക്ഷേപിച്ചു. 95 ബാലിസ്റ്റിക് മിസൈലുകൾ അറബ് രാജ്യങ്ങളെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു. UAE-യും കുവൈത്തും ഖത്തറും ഇന്ന് ഭീതിയുടെ നിഴലിലാണ് നിൽക്കുന്നത്. തങ്ങളുടെ മണ്ണിൽ നിന്ന് ഇറാനെതിരെ പ്രവർത്തിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് UAE ഉറപ്പിച്ച് പറയുമ്പോഴും ഇറാന്റെ ഡ്രോണുകൾ തടയാൻ അവർ പാടുപെടുകയാണ്. ഈ അവസരത്തിലാണ് അവർ ഇന്ത്യയെയും നരേന്ദ്രമോദിയെയും നോക്കി കൈകൂപ്പുന്നത്. പ്രതീക്ഷയോടെ നോക്കുകയാണ് അവർ. ഞങ്ങൾ രക്ഷിക്കൂ എന്നവർ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു. കാരണം UAE-യിൽ മാത്രം വസിക്കുന്ന 35 ലക്ഷത്തോളം ഇന്ത്യക്കാരുടെ സുരക്ഷയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ മോദി ഇടപെടുമെന്ന് ഗൾഫ് നാടുകൾക്ക് ഉറപ്പുമുണ്ട്. ഈ മാറ്റം ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി കെട്ടിപ്പടുത്ത നയതന്ത്ര ബന്ധങ്ങളുടെ വിജയമാണിത്. പഴയ ഇന്ത്യയും പുതിയ ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ്. പണ്ട് നമ്മൾ ലോകത്ത് എന്ത് നടന്നാലും മൗനം പാലിക്കുമായിരുന്നു, അല്ലെ? എന്നാൽ ഇന്ന് നമ്മൾ തീരുമാനിക്കുന്നു ലോകത്തിന്റെ ഭാവി. റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്ത് നമ്മൾ കണ്ട ആ മോദി മാജിക് ഒന്ന് ഓർത്തു നോക്കൂ. പുടിന്റെയും സെലൻസ്കിയുടെയും ഇടയിൽ മധ്യസ്ഥനായി നിൽക്കാൻ മോദിക്ക് കഴിഞ്ഞു. റഷ്യയോട് ഇതൊരു യുദ്ധത്തിന്റെ യുഗമല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം മോദി കാണിച്ചു. മോദിക്ക് മുമ്പ് ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കായിരുന്നു ഇത് പറയാനുള്ള ആർജവം ഉണ്ടായിരുന്നത്? ആ ചങ്കൂറ്റമാണ് ഇന്ന് പശ്ചിമേഷ്യയും ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ കരുത്ത് എന്നത് കേവലം സൈനിക ശക്തി മാത്രമല്ല, അത് നമ്മുടെ സോഫ്റ്റ് പവർ കൂടിയാണ്. വികസനത്തിന്റെ കാര്യത്തിൽ UAE-യുടെ ഏറ്റവും വലിയ പങ്കാളിയാണ് ഇന്ത്യ. IIT അബുദാബി മുതൽ രൂപയിലുള്ള വ്യാപാരം വരെ നീളുന്ന ആ ബന്ധം ഇസ്രയേലിനും ഇറാനും അറിയാം. ഭാരതത്തെ പിണക്കിയാൽ തങ്ങളുടെ ഭാവി ഇരുളടഞ്ഞതാകുമെന്ന് ഇരു രാജ്യങ്ങൾക്കും ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഹുസൈൻ മിർസ പറയുന്നത് മോദിയുടെ ഒരൊറ്റ വാക്കിന് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന്. നമുക്ക് കുറച്ച് ആഴത്തിൽ ചിന്തിക്കാം. എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് സാധിക്കാത്തത് മോദിക്ക് സാധിക്കും? നിഷ്പക്ഷമായ നിലപാടാണ് ആദ്യം പറയേണ്ടത്. അമേരിക്ക ഇസ്രയേലിന്റെ പക്ഷത്താണ്, റഷ്യ ഇറാന്റെ പക്ഷത്താണ്, എന്നാൽ ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണ്.
ഇരുപക്ഷത്തും മോദിക്ക് സുഹൃത്തുക്കളുമുണ്ട്. ഇറാൻ എണ്ണ ഇന്ത്യക്ക് ആവശ്യമാണ്. ഇസ്രയേലിന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് ആവശ്യമാണ്. ഈ പരസ്പര ആശ്രിതത്വം ഇന്ത്യയെ ഒരു ശക്തമായ മധ്യസ്ഥനാക്കുന്നു. UAE, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയെ തങ്ങളുടെ സുരക്ഷാ പങ്കാളിയായി കാണുന്നു, ദൈവത്തെ പോലെ നോക്കുന്നു. മോദി ഫോൺ എടുത്ത് നെതന്യാഹുവിനോട് സംസാരിക്കുമ്പോൾ അത് വെറും ഒരു സംസാരമല്ല, അത് 140 കോടി ജനങ്ങളുടെ ശബ്ദമാണ്. മോദി ഇറാനോട് സംസാരിക്കുമ്പോൾ അത് ഒരു ലോക സാമ്പത്തിക ശക്തിയുടെ മുന്നറിയിപ്പാണ്. ഈ സ്വാധീനം ലോകത്ത് മറ്റൊരു നേതാവിനുമില്ല. അതുകൊണ്ടാണ് ഒറ്റ കോൾ മതി എന്ന് UAE സ്ഥാനപതി ആവർത്തിച്ച് പറയുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇന്ത്യ ഇടപെടുന്നത് വെറും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് മനുഷ്യത്വത്തിന് വേണ്ടിയാണ്. സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടുന്നത് ഇന്ത്യക്ക് കണ്ടു നിൽക്കാനാവില്ല. അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെടുമ്പോൾ ഭാരതം ശബ്ദമുയർത്തും. ഹുസൈൻ ഹസൻ മിർസയുടെ വാക്കുകൾ സത്യമാവുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ വലിയൊരു നയതന്ത്ര നീക്കത്തിന് സാക്ഷ്യം വഹിക്കും. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുന്നത് കാണാനായി ലോകം മുഴുവനും കാത്തിരിക്കുന്നു. ഇസ്രയേലിന്റെയും ഇറാന്റെയും ഇടയിൽ ഭാരതത്തിന്റെ ത്രിവർണ പതാക സമാധാനത്തിന്റെ ചിഹ്നമായി ഉയരും. ഭാരതം ഇന്ന് ലോകത്തെ നയിക്കുകയാണ്. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളുടെ സഹായത്തിന് കാത്തു നിന്നിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തെ യുദ്ധങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സജ്ജമായിരിക്കുന്നു. നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള നേതാവിന് കീഴിൽ ഭാരതം വിശ്വഗുരു എന്ന പദവിയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഹുസൈൻ മിർസയുടെ വാക്കുകൾ ഓരോ ഇന്ത്യക്കാരനും നൽകുന്ന സന്ദേശം ഒന്നേയുള്ളൂ: നമ്മൾ ഇന്ന് സുരക്ഷിതമായ കൈകളിലാണുള്ളത്. നമ്മുടെ രാജ്യം ഇന്ന് ആഗോള രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ ആണ്. പശ്ചിമേഷ്യയിലെ ആകാശം തെളിയാൻ, ആയുധങ്ങളുടെ ഒച്ച നിലയ്ക്കാൻ മോദിയുടെ ആ ഒരൊറ്റ ഫോൺ കോളിനായി നമുക്കും കാത്തിരിക്കാം. അപ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്തത് വെറും ഒരു നയതന്ത്ര നീക്കത്തെയല്ല, മറിച്ച് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ഭാരതം ലോകത്തിന്റെ സിംഹാസനത്തിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ചയാണ്. UAE സ്ഥാനപതി ഹുസൈൻ ഹസൻ മിർസയുടെ വാക്കുകൾ ഒരു സാക്ഷ്യപത്രമാണ്. ലോകം മുഴുവൻ ആയുധങ്ങൾ കൊണ്ട് സംസാരിക്കുമ്പോൾ സമാധാനത്തിന്റെ ഭാഷയിൽ ലോകത്തെ നിയന്ത്രിക്കാൻ ഭാരതത്തിന് കഴിയുന്നു എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. പശ്ചിമേഷ്യയിലെ മണലാരണ്യങ്ങളിൽ ചോരപ്പുഴ ഒഴുകാതിരിക്കാൻ, അവിടെയുള്ള ദശലക്ഷക്കണക്കിന് പ്രവാസികളുടെ ജീവൻ സംരക്ഷിക്കാൻ, ആഗോള സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള നേതാവ് നടത്തുന്ന ഇടപെടലുകൾ തീർച്ചയായും അതിൽ സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെടേണ്ട. ഒരിക്കൽ നമ്മൾ ലോകകാര്യങ്ങളിൽ വെറും കാഴ്ചക്കാരായിരുന്നുവെങ്കിൽ, എന്നാൽ ഇന്ന് വൻ ശക്തികൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കാനും യുദ്ധം നിർത്താൻ ഉത്തരവിടാനും കെൽപ്പുള്ള ഏക ശക്തിയായി ഭാരതം മാറിയിരിക്കുന്നു. ഇത് മോദി ഭരണകൂടത്തിന്റെ കരുത്തുറ്റ വിദേശ നയത്തിന്റെ വിജയമാണ്. റഷ്യ മുതൽ അമേരിക്ക വരെയും ഇസ്രയേൽ മുതൽ ഇറാൻ വരെയും നീളുന്ന ഈ അസാധ്യമായ സൗഹൃദ വലയം മോദി എന്ന നയതന്ത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഹുസൈൻ മിർസ പറഞ്ഞതുപോലെ ആ ഒരൊറ്റ ഫോൺ കോൾ സംഭവിക്കുമ്പോൾ അത് കേവലം ഒരു സംഭാഷണമല്ല, മറിച്ച് പുതിയ ഭാരതത്തിന്റെ ആജ്ഞയായിരിക്കും. ലോകം സമാധാനത്തിനായി ദാഹിക്കുമ്പോൾ ഭാരതം ആ ദാഹം തീർക്കുന്ന വിശ്വഗുരുവായി മാറുകയാണ്. നമ്മുടെ ഈ വളർച്ചയിൽ അസൂയ പൂണ്ടവർ പലരും ഉണ്ടാകാം, പക്ഷേ സത്യത്തെ ആർക്കും മൂടിവെക്കാനാവില്ല. ഭാരതം ഇന്ന് ലോകത്തിന്റെ വെളിച്ചമാണ്. പശ്ചിമേഷ്യയിലെ ആകാശം ഉടൻ തെളിയുമെന്നും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ മാറി സമാധാനത്തിന്റെ സൂര്യൻ ഉദിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ആ ശുഭവാർത്തയ്ക്കായി, ആ ചരിത്രപരമായ ഫോൺ കോളിനായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തൂ. അതുപോലെ തന്നെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യൂ. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.